കറിവേപ്പില ഇനി ഒരു 1.5 മാസത്തിന് മേലെ നമുക്ക് ഫ്രിഡ്ജിൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. ഞാൻ അന്നൊരു വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് കുറേ പേര് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഈ ഫസ്റ്റ് കണ്ട കറിവേപ്പില ഞാൻ ഒരു മാസത്തിന് മേലെ ആയിട്ടോ നമ്മൾ സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട് ഒരു കേടുമില്ല, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം കേട്ടോ. എനിക്ക് കുറച്ച് കറിവേപ്പില ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇങ്ങനെ നമ്മൾ ആ ഇലകൾ മാത്രമായിട്ട് എടുക്കാം, ആ തണ്ട് വേണ്ട കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. കടയിൽ നിന്നൊക്കെ മേടിക്കാനാണെങ്കിൽ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം വെച്ചോട്ടോ. ഇത് ഇവിടുന്ന് പൊട്ടിച്ച് മരത്തിൽ നിന്ന് എടുക്കണതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് നല്ല ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒന്ന് ഇങ്ങനെ ഒപ്പിയെടുക്കുക വെള്ളമൊക്കെ കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം ഫാനിൻ്റെ ചോട്ടി കൊണ്ടുവച്ചോ, ഡ്രൈ ആയി കിട്ടാൻ വേണ്ടി. നല്ല ഡ്രൈ ആയി ഉണങ്ങിയൊന്നും പോകരുത് കേട്ടോ, വെയിലത്ത് വെക്കരുത്. എന്നിട്ട് ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് അതിൽ ടിഷ്യൂ പേപ്പർ ഇതുപോലെ വെക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കറിവേപ്പില ഇട്ട് വെക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ മേലെ പിന്നെയും നമ്മൾ ടിഷ്യൂ പേപ്പറും കൊണ്ട് അടച്ച് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ആ ഈർപ്പൊക്കെ ഇറങ്ങിയിട്ട് പിന്നെയും വെള്ളമായിട്ട് കേടുവരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ വെക്കണ കറിവേപ്പില എന്തായാലും ഒരു 1.5 മാസം വരെ ഇരിക്കും കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും. എൻ്റെ കറിവേപ്പിലൊക്കെ 1 മാസത്തിന് മേലെ ആയിട്ട് 1.5 മാസം ആവാറായി. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്ക്. അപ്പോൾ ശരി ചേട്ടാ.